ഹായ്, ഞാനിന്ന് ജോർജ് കെല്ലിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയെ കുറിച്ച് പറയാനാണ് വന്നത്. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമിൽ കയറുന്നതിന് മുന്നേ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഒന്ന് ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ഇട്ടാലോ എന്നും കൂടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ട് തിയറിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് കേട്ടോ ഈ വീഡിയോ. പേഴ്സണാലിറ്റിയുടെ കീഴിൽ വരുന്ന തിയറിയാണ് പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി. ജോർജ് കെല്ലിയാണ് 1955 ഈ തിയറി ക്രിയേറ്റ് ചെയ്തത്. ജോർജ് കെല്ലി വിശ്വസിച്ചിരുന്നത് എല്ലാവരും ഒരു പേഴ്സണൽ സയൻറ്റിസ്റ്റുകളായിട്ടാണ്. കാരണം നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ വ്യക്തിക്കും കാണാനായിട്ട് കഴിയുന്നതാണ് ജോർജ് കെല്ലി പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഓരോന്നിനെയും നിരീക്ഷിച്ച് കാണുന്നതും കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആൾക്കാരെയും ചുറ്റുപാടുകളെയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈപോളർ ഡൈമെൻഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ട്രോങ് വേഴ്സസ് വീക്ക്, ഹോണസ്റ്റ് വേഴ്സസ് ഡിസോണസ്റ്റ്, അങ്ങനെയൊക്കെ. ഓരോ വ്യക്തികളും അവരുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ രീതിയിലൂടെയാണ് അവർ ലോകത്തെ നോക്കിക്കാണുക. അക്കോർഡിംഗ് ടു കെല്ലി, നമ്മളുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നതിലൂടെയും ആണ്. ഈ തിയറിയുടെ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഓൾട്ടർനേറ്റീവ്സും ആണ്. അതായത് ഒരു റിയാലിറ്റിനെ, ഒരു സിറ്റുവേഷനെ നമുക്ക് ഒരു രീതിയിലൂടെ മാത്രമല്ല നോക്കി കാണാൻ പറ്റുക, അതിനെപ്പോൾ വേണമെങ്കിലും നമുക്ക് റീഇൻറ്റർപ്റ്റ് ചെയ്തിട്ട് നോക്കി കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, അതായത് നമുക്ക് ആ സിറ്റുവേഷൻ ഇപ്പോൾ വേണമെങ്കിലും റീഇൻറ്റർപ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ വെൽബീയിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല, റീഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ അവരുടെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തെറാപ്പിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണിത്. അതായത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ടെക്നിക്ക്. ജോർജ് കെല്ലിയുടെ ഈ തിയറി കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയറും നമ്മുടെ പേഴ്സണാലിറ്റിയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് നമ്മളുടെ തോട്ട് പാറ്റേൺസ് ആണെന്നാണ്. ഇനി ഇതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കിയെടുത്താലും മതി ഈ ഒരു തിയറി എഴുതുമ്പോൾ. ഒന്നെന്ന് പറയുന്നത് പേഴ്സണൽ കൺസ്ട്രക്ഷൻ, 2 ബൈപോളർ ഡയമെൻഷൻ, അതിലാണ് നമ്മൾ ഹോണസ്റ്റ് വേഴ്സസ് ഡിസോണസ്റ്റ്, അതുപോലെ സ്ട്രോങ് വേഴ്സസ് വീക്ക് അതൊക്കെ വരുന്നത്. 3-മത്തെയാണ് നമ്മളുടെ കൺസ്ട്രക്റ്റ് ഓൾട്ടർനേറ്റീവിസം, അതുപോലെ 4-മത്തെയാണ് നമ്മളുടെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവും. അതുപോലെ ഇനി ചെറിയൊരു കെല്ലിനെ കുറിച്ചിട്ടൊരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ കുറച്ച് പോയിൻറ്റ്സ് ചിലപ്പോൾ കിട്ടും. ജോർജ് കെല്ലി ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ വേൾഡ് വാർ 2 ശേഷം ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് 20 years സൈക്കോളജി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഡെവലപ്മെൻറ്റൽ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അദ്ദേഹത്തിനുണ്ട്. അടുത്ത വീഡിയോയിൽ പേഴ്സണാലിറ്റിയിൽ തന്നെ വരുന്ന കാൾ റോജേഴ്സിൻ്റെ പേഴ്സൺ സെൻറ്റേഡ് തിയറി ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. പോയിരുന്നു പഠിച്ചോ.